ആലപ്പുഴ ചേർത്തലയിൽ വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് KSFE-യിൽ നിന്നും അധ്യാപിക ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. ചേർത്തല ഗവൺമെന്റ് LPS സ്കൂളിലെ പ്രഥമ അധ്യാപികയാണ് വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത്. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പും പോലീസും അന്വേഷണം തുടങ്ങി. KSFE-യുടെ വിവിധ ശാഖകളിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി വായ്പയെടുത്തായിരുന്നു തട്ടിപ്പ്. ചേർത്തല ഗവൺമെന്റ് LP സ്കൂളിലെ പ്രഥമാധ്യാപികയാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത്. 4 സഹ അധ്യാപകരുടെ ശമ്പള സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി തയ്യാറാക്കി 30 ലക്ഷത്തോളം രൂപ KSFE-യിൽ നിന്ന് വായ്പയെടുത്തതായാണ് പരാതി. ഇതേ സ്കൂളിലെ രക്ഷിതാക്കളുടെയും താൽക്കാലിക ജീവനക്കാരുടെയും പേരിൽ വ്യാജരേഖയുണ്ടാക്കി 35 ലക്ഷം രൂപ വായ്പയെടുത്തതായും ആരോപണമുണ്ട്. ഇതിനു പുറമെ 20ഓളം അധ്യാപകരെ ജാമ്യം നിർത്തിയും KSFE-യിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. ഹാജരാക്കിയ സാലറി സർട്ടിഫിക്കറ്റിന്റെ ക്രോസ് വെരിഫിക്കേഷനായി KSFE ജീവനക്കാരൻ സ്കൂളിലെത്തിയപ്പോൾ പ്രഥമാധ്യാപിക അവധിയായിരുന്നു. പകരം ചുമതലയുണ്ടായിരുന്ന അധ്യാപിക ഫയലുകൾ പരിശോധിച്ചതോടെയാണ് കള്ളി വെളിച്ചത്തായത്. അർത്തുങ്കൽ KSFE മാനേജറുടെ പരാതി പ്രകാരം അർത്തുങ്കൽ പോലീസ് കേസെടുത്തു. പട്ടണക്കാട് അടക്കമുള്ള മറ്റ് KSFE ശാഖകളിലും വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ചിട്ടിപ്പണം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പരാതി. പോലീസ് ചേർത്തലയിലെ സ്കൂളിലെത്തി വിവരങ്ങൾ തേടി. PTA ഫണ്ടിൽ തിരിമറി നടത്തിയതായി കാട്ടി ടൗൺ LP സ്കൂൾ PTA-യും അധ്യാപികയ്ക്കെതിരെ ചേർത്തല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് ടൗൺ സ്കൂളിലെ അധ്യാപകർ നൽകിയ പരാതിയിൽ വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട്. തട്ടിപ്പ് പുറത്തുവന്നതിന് ശേഷം അധ്യാപിക സ്കൂളിലെത്തിയിട്ടില്ല. KSFE വിജിലൻസ് വിഭാഗവും സ്കൂളിലെത്തി തെളിവെടുത്തു. KSFE-യിൽ നിന്ന് അധ്യാപികയ്ക്ക് മറ്റ് സഹായങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. അധ്യാപിക വ്യാജരേഖ സമർപ്പിച്ച എല്ലാ KSFE ശാഖകളിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ പോലീസിന് പരാതി നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ജനം, ആലപ്പുഴ.